വിധം അറിയണ്ടേ? മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ തന്റെ മഴ കടലിലേക്ക് എറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വിശ്വാസമാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കാൻ കാരണം. നമ്മുടെ രാജ്യത്തെ മനോഹരമായ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സൗന്ദര്യമുള്ള സംസ്ഥാനമായ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും അറിയപ്പെടുന്നു. ആകർഷകമായ നിരവധി പ്രത്യേകതകളുള്ള നാടാണ് കേരളം. കഥകളിയും മോഹിനിയാട്ടവുമാണ് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്തങ്ങൾ. ഇന്ത്യൻ നാണയം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നൃത്തമായി കണക്കാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ദൈവവും പ്രകൃതിയും കൂടി തനിച്ചനുഭവിച്ചിരിക്കുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. സുഖശീതളമായ കാലാവസ്ഥ, പ്രകൃതി വിഭവങ്ങൾ, ധാരാളിത്തവും വ്യത്യസ്തതയും മനോഹരമായ ഭൂദൃശ്യങ്ങളും ഇവയൊക്കെ കൊണ്ടാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് സൃഷ്ടിച്ചു. കേരളം എന്നാൽ കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ്. ഭരണ സൗകര്യത്തിന് വേണ്ടി കേരളത്തെ 14 ജില്ലകളായി തിരിച്ചിട്ടുണ്ട്. 44 നദികളും 34 കായലുകളും കൂടെ ചേരുമ്പോൾ നമ്മുടെ സംസ്ഥാനം ജലസമ്പത്തിന്റെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ്. മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള നാടാണ് കേരളം. ധാരാളം ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും കലകളുടെയും നാട്. നിരവധി എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ജന്മം നൽകിയ ഭൂമി. കേരളത്തിന് പ്രകൃതിയുടെ വിശേഷപ്പെട്ട അലങ്കാരങ്ങളാണ് തേക്കടി തടാകവും കൊച്ചി തുറമുഖവും കോവളം കടൽത്തീരവും പിന്നെ കടലിനോട് മുട്ടിക്കിടക്കുന്ന അതിവിശാലമായ വേമ്പനാട് കായലും. അനശ്വരമായ ഈ പ്രകൃതി സമ്പത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ നിരവധി ടൂറിസ്റ്റുകൾ കേരളത്തിലെത്തുന്നു. എന്നാൽ കൂട്ടുകാരെ,